മീഡിയാസിലേക്ക് സ്വാഗതം. ഈ ഒരു ശനിയാഴ്ച ഗംഭീരമാക്കുകയാണ് മാർക്കോ ആൻഡ് ടീം എന്ന് തന്നെ പറയാം. ഇന്ത്യ മുഴുവനായിട്ട് ഹോൾസെയിലിൽ ഈ സിനിമ എങ്ങ് പിടിച്ചിരിക്കുന്നു. വേറെ ഒന്നുമല്ല, തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും നല്ല ലെവലിൽ തന്നെ സിനിമ ഇന്നത്തെ ദിവസം കുതിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഹിന്ദി തെലുങ്ക് മേഖലയിൽ സിനിമയ്ക്ക് ഗംഭീരമായ പ്രകടനം തന്നെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. തുടക്കം അതിഗംഭീരമായിട്ട് തന്നെയാണ് വരുന്നത്. പുഷ്പയുടെ തൊട്ട് താഴെയുള്ള ബുക്കിങ്ങും കാര്യങ്ങളും ആദ്യ മണിക്കൂറുകളിൽ മാത്രമായി സിനിമ 6000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ബുക്ക് മൈ ഷോയിലൂടെ കാണാൻ കഴിയുന്നത്. മണിക്കൂറിൽ 2000-നടുത്തുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്താണേലും ഇന്ന് തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും സിനിമ 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നും 1 കോടിക്ക് മുകളിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. തമിഴിൽ നിന്ന് ഇന്ന് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് 1 കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകളുമുണ്ട്. തമിഴിൽ മാത്രം പയ്യെ പയ്യെ ആളിക്കത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതിനോടകം തന്നെ നല്ല ലെവലിലുള്ള പ്രേക്ഷക പ്രശംസ നേടാൻ കഴിഞ്ഞു. അതിനിടയിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെയുള്ളവരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗംഭീര വാർണിംഗ് പോസ്റ്റർ കൂടിയുണ്ട്. വാർണിംഗ് എന്ന് മാത്രമല്ല, അവരതൊരു ജെനുവിൻ പോസ്റ്റർ തന്നെയാണ്. As a responsible team, we strongly advise kids, elder peoples and hate patients to stay away from Marco എന്നാണ്. അതായത് ബ്ലഡ് സ്പില്ലിംഗ് ബ്ലോക്ക് ബസ്റ്റർ. Everyone who has watched Marco is taken and saying that they have never witnessed such brutal ആൻഡ് റിലൻറ്റിംഗ് കോർ ഇൻ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമ്മാതിരി ഒരു കൊടൂര സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടൂരമായിട്ടുള്ള സീനുകളുള്ള സിനിമ. ഒരു പക്ഷേ പലർക്കും അത് ദഹിച്ചെന്ന് വരില്ല, പേടിച്ചെന്ന് വരാം, അങ്ങനെയുള്ള സിനിമയാണ് എന്ന് ചിന്തിച്ചാൽ പോലും അതിന് മുകളിലേക്ക് ആ കാഴ്ചകളിൽ നമ്മൾ അറിയാതെ ഇൻവോൾവ് ആക്കാൻ കഴിയുന്ന തരത്തിലാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് കട്ടിംഗ് ത്രൂ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളാണ് നമുക്ക് തമിഴിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഡേ ബൈ ഡേ ഷോ ബൈ ഷോ ഇൻക്രീസ് ഇൻ ഓഡിയൻസ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആദ്യ മണിക്കൂറുകൾ മികച്ച് തന്നെയാണ് സിനിമ നിൽക്കുന്ന. 1300-ന് മുകളിലുള്ള ആദ്യ മണിക്കൂറുകളിലെ, അതായത് രാവിലെ 8 മണി 9 മണിക്കുള്ള ബുക്കിംഗ് കഴിഞ്ഞ് ഇപ്പോൾ 3000-ലേക്ക് സിനിമയുടെ ബുക്കിംഗ് നടക്കുന്നു. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിനിമ 1 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ്. എന്താണേലും നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് ബുക്ക് മൈ ഷോയിൽ മാത്രം സിനിമ 15 ലക്ഷം ടിക്കറ്റുകൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 16 ലക്ഷം ടിക്കറ്റ് എത്തുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പുഷ്പയും ഗംഭീരമായിട്ട് കുതിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ഒരു ക്ലാസ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസവും ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്ന സിനിമ ഏത് ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ അത് മാർക്കോ തന്നെയാണ്. മാർക്കോ അങ്ങനെ ഒരു തരംഗമാകുന്നു, ഒരു പുത്തൻ സിനിമ അല്ലെങ്കിൽ പുത്തൻ സിനിമ അനുഭവം എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. എന്താണേലും ഇത് യൂത്തും അല്ലെങ്കിൽ എബോവ് 18 മാത്രം കണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണ്. അവിടെയും എല്ലാവരും ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് സിനിമയ്ക്ക് ഇപ്പോഴും 100 കോടി ആയില്ല എന്നുള്ളത്. ഇതൊരു മലയാള സിനിമയാണ്. ഇതൊരു ഹിന്ദി സിനിമയോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാർ വാല്യൂ ആയിട്ട് വന്ന് ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു സ്റ്റാറിൻ്റെ സിനിമയല്ല. ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ മലയാളം സിനിമയാണ് എന്നുള്ളതാണ്. ഉണ്ണി മുകുന്ദൻ നമ്മുടെ മുൻനിര താരങ്ങളെ പോലെ അത്ര തന്നെ, മുൻനിര താരങ്ങൾക്ക് പോലും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയാം. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത് മലയാളത്തിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ഒരു റെസ്പോൺസും അതേപോലെ തന്നെ സിനിമ കുതിച്ച് വരുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം അത്രയേ ഉള്ളൂ മലയാള സിനിമയുടെ ഇന്നത്തെ പൊട്ടൻഷ്യൽ. നാളെ ഇതിന് മുകളിലേക്ക് വളരും. ഒരുപക്ഷേ ഹിന്ദി സിനിമകളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ 10 ഇരട്ടി മലയാള സിനിമ വളരും. ആ ഒരു ഗ്രോത്ത് നമുക്ക് സ്റ്റഡിയായിട്ട് മലയാള സിനിമയിൽ കാണാനും കഴിയുന്നു. ഉണ്ണി മുകുന്ദൻ തുറന്നിട്ട ഈ ഒരു വാതിൽ അത് അടുത്ത ആളുകൾ അതിൻ്റെ പുറകിലൂടെ വരട്ടെ, അങ്ങനെ ഗംഭീരമാകട്ടെ. എന്താണേലും ഗംഭീരമായിട്ടുള്ള ഒരു ശനിയാഴ്ചയാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത്. തുടക്കം തന്നെ ഗംഭീരമാണ്. ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ അതിഗംഭീരമായി ചാർട്ട് ചെയ്യപ്പെടുന്നു. നല്ല ലെവലിലുള്ള ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് സിനിമ ഇന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 5 കോടിയോളം നേടുമെന്നുള്ള. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം. ഒപ്പം ഒരു കാര്യം കൂടെ, നിങ്ങൾ സിനിമ ഇന്ന് കാണുന്നവരാണ്, നിങ്ങൾ സിനിമ കണ്ടവരാണ് ഈ സിനിമയെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. മീഡിയാസ്.